ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് ആനിവേഴ്സറി സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പോൾ ഓഗസ്റ്റ് 29 ഞങ്ങളുടെ ആനിവേഴ്സറി ആയിരുന്നു, ഞങ്ങളുടെ സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി വ്ളോഗാണിത്. അപ്പം ആനിവേഴ്സറി ആയിട്ട് ഞങ്ങൾ CN ടവർ കാണാൻ വേണ്ടി പോകാമെന്നുള്ളൊരു പ്ലാൻ ഇട്ടു. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയാണിത്. അപ്പം ഇവിടെ നിന്ന് ഞങ്ങൾ ഗോ ട്രെയിനിനാണ് പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ ഗോ ട്രെയിനിന് തന്നെ പ്ലാൻ ചെയ്തു. അങ്ങനെ ഗോ ട്രെയിനിന് ഇപ്പം ടൊറൻറ്റോ ഒണ്ടാരിയോ മൊത്തത്തിൽ വൺ ഫെയർ ആയതുകൊണ്ട് തന്നെ ബസ്സിനായാലും ഗോവനായാലും വൺ ടാപ്പ് ആണല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഗോവന് തന്നെ പോകാമെന്ന് വെച്ചത്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ എത്തുകയും ചെയ്യും. 3 സ്റ്റോപ്പേ ഉള്ളൂ ഞങ്ങൾ നിൽക്കുന്നിടത്തുനിന്ന്. യൂണിയനിലേക്ക് പെട്ടെന്ന് എത്തുകയും ചെയ്യും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ഇട്ടിട്ട് ഞങ്ങളങ്ങനെ ഒരു ട്രിപ്പ് എന്ന് പറയാനില്ല, ഒരു കുഞ്ഞ് ഡേറ്റ് നൈറ്റ് പോലെ ആക്കുക എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ CN ടവർ കാണാമെന്നുള്ള ഇതിട്ടത്. പക്ഷേ CN ടവർ കാണാൻ പോകുന്നതിൽ ഇന്നത്തെ കാലാവസ്ഥ ഇച്ചിരി ഒരു ഭയങ്കര ക്ലൗഡിയൊക്കെ ആയതുകൊണ്ട് തന്നെ എത്രമാത്രം ഞങ്ങൾക്ക് വ്യൂ കിട്ടും എന്നുള്ളത് ഞങ്ങൾക്ക് ഡൗട്ടുണ്ട്. പക്ഷെ എന്നാലും ഏതായാലും ഞങ്ങൾ ഓൾറെഡി റിസർവ് ചെയ്തായിരുന്നു. അവിടുത്തെ റെസ്റ്റോറൻ്റ് ആയിരുന്നു, 360 റെസ്റ്റോറൻ്റ് ആയിരുന്നു ഞങ്ങൾ പോകാമെന്ന് പ്ലാൻ ഇട്ടത്. അപ്പോൾ അത് ഓൾറെഡി ഞങ്ങൾ 2 ദിവസം മുന്നേ റിസർവ് ചെയ്തിട്ടത് കൊണ്ട് 4:30 അപ്പോയിൻമെൻറ്റ് തന്നത്, റിസർവേഷൻ തന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു ഉച്ചയ്ക്ക് 2:30 3 മണിയൊക്കെ കഴിഞ്ഞ് 3 മണി ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ യൂണിയൻ സ്റ്റേഷൻ എത്തി. ഇപ്പോൾ ഇതുവഴി ഒരു യൂണിയൻ, എനിക്കൊന്ന് ഇവിടെയുള്ളവർക്കൊക്കെ അറിയാൻ പറ്റുന്നതായിരിക്കും, യൂണിയൻ സ്റ്റേഷൻ്റെ അതിലെ ഒരു പാത്ത് വേ ഉണ്ട്. ഡയറക്റ്റ് നമുക്ക് ഉള്ളിലേ നടന്നിട്ട് CN ടവറിലേക്ക് പോകാൻ പറ്റുന്നു. അപ്പം ഈ സ്കൈ വാക്ക് ത്രൂ ആണ് ഞങ്ങൾ നടന്ന് പോകുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇച്ചിരി ക്ലൗഡിയൊക്കെയാണ്. നമ്മൾ താഴെ നിന്ന് മുകളിലോട്ടേക്ക് നോക്കുമ്പോൾ ആ ഒരു CN ടവറിൻ്റെ ഏറ്റവും ടോപ്പിലൊക്കെ ഭയങ്കര ക്ലൗഡി ആയിട്ട് കാണുന്നത്. പക്ഷെ എന്തായാലും ഞങ്ങൾ താഴെ എത്തി. ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങളിനി മുകളിലോട്ട് കയറണം. എനിക്കൊന്ന് 1800 ഫീറ്റ് അടി മുകളിലേക്കാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പം അത്യാവശ്യം വ്യൂ ഒക്കെ ഉണ്ട്. പക്ഷെ മുകളിലെത്തുമ്പോൾ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി റിസർവ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ടിക്കറ്റും ഇതൊന്നുമില്ല. റിസർവേഷൻ കാണിച്ച് ഞങ്ങൾ നേരെ അകത്തേക്കൂടെ ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ടായിരുന്നു, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലിഫ്റ്റ് കയറുവാണ്. നേരെ മുകളിലത്തെ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പം ആ ഒരു ഗേൾ ഞങ്ങളെ അസിസ്റ്റ് ചെയ്തിട്ട് ലിഫ്റ്റിലുണ്ടായിരുന്നു. അപ്പം ഒരുപാട് കാര്യങ്ങൾ, ഇത്രയും ഹൈറ്റിലാണ് നമ്മൾ പോകുന്നതെന്നും അപ്പം നമ്മുടെ ചെവിയൊക്കെ അടയാനുള്ള സാധ്യതകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ 58 സെക്കൻഡാണ് എൻ്റെ ഓർമ്മയിൽ, അങ്ങനെയാണെന്ന് പറഞ്ഞത്. അത്രയും ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ മുകളിലെത്തും ആ റെസ്റ്റോറൻറ്റിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മളിങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം കാണുന്ന വ്യൂ. അപ്പോൾ ഇത് കുറച്ചും കൂടി മുകളിലെത്തിയപ്പോഴേക്കും അത്യാവശ്യം സ്കൈ ഒന്ന് ഭയങ്കര ഫോഗി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്നൊരു കാർഡ് കിട്ടിയായിരുന്നു ചെക്ക് ഇൻ ചെയ്തിട്ട് റെസ്റ്റോറൻറ്റിലേക്ക്. അപ്പോൾ ഇത് ആക്ച്വലി റൊട്ടേറ്റിംഗ് ചെയ്യുന്ന റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ മൂടി കിടക്കുന്നത് കൊണ്ടാണ്. അത്യാവശ്യം വീഡിയോയിൽ ഇച്ചിരി കൂടി ക്ലാരിറ്റി കുറവാണ്, പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇച്ചിരിയും കൂടി കാണും. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഒരു കോക്ടെയിലൊക്കെ ഓർഡർ ചെയ്തു. അതങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഞങ്ങൾ ഓർഡർ ചെയ്ത മെയിൻ ഡിഷും കൂടി എത്തി. അപ്പോൾ ഞാനൊരു ചിക്കൻ്റെ ഡിഷും ഒരു ബീഫിൻ്റെ ഒരു ഡിഷും ഓർഡർ ചെയ്തത്. സ്വാഭാവികമായിട്ടും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്തത് കൊണ്ട് അതങ്ങ് എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് അങ്ങ് ആസ്വദിച്ച് കഴിച്ചു. എൻ്റെ ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ എക്സ്പ്രഷൻ ഇട്ടത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ഭയങ്കര സ്ലോ ആയിട്ട്. എനിക്കൊന്നൊരു 1.5 ഹവറിനുള്ളിൽ ഇങ്ങനെ മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്ത് വരും, കംപ്ലീറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിങ്ങനെ ഓരോ ഭാഗത്തെത്തുമ്പം ക്ലൗഡ് ഇങ്ങനെ മാറി മാറി പോകുന്നതിനനുസരിച്ചാണ് വ്യൂ ക്ലിയർ ആയിട്ട് വരുന്നത്. അന്നത്തെ ദിവസം ക്ലൈമറ്റ് അങ്ങനെ ആയതുകൊണ്ടാണ് ഇച്ചിരി വ്യൂ കുറഞ്ഞത്. പക്ഷെ എന്നാലും അത്യാവശ്യം ക്ലിയർ ആകുന്ന സമയത്ത് ഞങ്ങൾക്ക് നല്ലോണം കാണാൻ പറ്റിയിരുന്നു. അപ്പോൾ കാണുന്ന ആസ്വാദനത്തിൽ കൂടുതൽ വീഡിയോ എടുക്കാനും എനിക്ക് പറ്റിയില്ല. കാരണം ആദ്യമായിട്ട് അത്രയും ഹൈറ്റിൽ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന അതൊരു ഭയങ്കര ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആയിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം അവിടെ ഞാൻ ഈ സൂം ചെയ്താൽ കാണിക്കുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു എയർപോർട്ട്, ഒരു കുട്ടി എയർപോർട്ടുണ്ട് അവിടെ. എനിക്ക് തോന്നുന്നു ഈ പ്രൈവറ്റ് ജെറ്റ്സൊക്കെ വരുന്നതാണെന്ന് തോന്നുന്നു. എനിക്ക് കൂടുതൽ അതിനെ പറ്റി ഡീറ്റെയിൽ അറിയത്തില്ല. അപ്പം ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അതൊക്കെ കഴിച്ച് ലാസ്റ്റ് ഒരു കേക്ക് ഓർഡർ ചെയ്തായിരുന്നു.
അതൊരു ചോക്ലേറ്റ് കേക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി റിസർവ് ചെയ്യുമ്പോൾ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനാണ് വരുന്നതെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഹാപ്പി ആനിവേഴ്സറി എന്നുള്ളൊരു ഇത് ചോക്ലേറ്റ് പൊടി വെച്ചിട്ടാണ് ഞങ്ങൾക്ക് കേക്ക് തന്നത്. അപ്പം ഞങ്ങളിങ്ങനെ അത്യാവശ്യം ഒന്നുകൂടി ആ കേക്കൊക്കെ തിന്നുന്നതിൻ്റെ ഇടയിൽ ഒന്നുകൂടി അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇച്ചിരി ഒന്ന് വ്യൂ ഒക്കെ നന്നായിട്ടങ്ങ് ആസ്വദിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ താഴേക്ക് അവിടുന്ന് റെസ്റ്റോറൻറ്റിന് താഴേക്ക് ഒരു സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വ്യൂ ശരിക്കും കുറച്ചുകൂടി താഴോട്ടായിട്ട് നിന്നിട്ട് കാണാൻ പറ്റുന്ന വ്യൂ ഒക്കെ കാണാൻ വേണ്ടി പറ്റും. സെയിം നമ്മൾ ഏറ്റവും ഹൈറ്റിൽ നിന്ന് കണ്ടിട്ട് പിന്നെ അതിന് നെക്സ്റ്റ് ലെവലിൽ താഴെ നിന്നിട്ട് കാണാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. അപ്പം ഞങ്ങൾക്ക് അവിടെ നിന്നൊരു ഫോട്ടോ സെക്ഷനും കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് കയറുന്നതിന് മുന്നേ. അപ്പോൾ അതാണ് എൻ്റെ കയ്യിലുള്ള ബ്രൗൺ കവറ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് അവർ ഈ CN ടവറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടുള്ളൊരു ഫോട്ടോ ഒക്കെ തന്നായിരുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തേക്കാം ഫോട്ടോസൊക്കെ ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇപ്പം നല്ല വ്യൂ ആയിരുന്നു. കുറച്ചുകൂടി താഴെ എത്തിയപ്പോൾ നല്ലോണം കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി തുടങ്ങി. കാരണം മുകളിലോട്ടാണ് ഈ ക്ലൗഡ്സ് അധികം വരുന്നതുകൊണ്ട് വ്യൂ ഇങ്ങനെ മറഞ്ഞുകൊണ്ടിരുന്നത് റെസ്റ്റോറൻറ്റിൽ. അതിങ്ങനെ നീങ്ങുമ്പോൾ മാത്രമേ കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ വീഡിയോ എടുക്കാനും പറ്റുന്നുണ്ട്, അത് കാണാനും പറ്റുന്നുണ്ട്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ കാണാൻ വേണ്ടി. ഇത്രയും ബിൽഡിങ്, അതായത് ടൊറൻറ്റോയുടെ ഒരു ഫുൾ വ്യൂ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്കത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ വീണ്ടും അതും ഒന്ന് ഈ റെസ്റ്റോറൻറ്റ് ഇങ്ങനെ 360 ഡിഗ്രി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇതിന് ചുറ്റും നമുക്ക് ഈ സ്പേസിൽ നമുക്കിങ്ങനെ ചുറ്റും നടന്ന് കാണാൻ പറ്റും. അപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എയർപോർട്ടായാലും ഈ ലേക്കായാലും എല്ലാം കുറച്ചും കൂടി നല്ല രീതിയിൽ വ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഞങ്ങളിങ്ങനെ അതിങ്ങനെ മെല്ലിനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ മെല്ലിനെ അതൊക്കെ ഒന്ന് ആസ്വദിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ എയർപോർട്ടാണത്. അവിടെ ഒരുപാട് ഫ്ലൈറ്റ്സ് ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ടായിരുന്നു. അതാണിങ്ങനെ ഒരു ഫ്ലൈറ്റ് പോയി ജസ്റ്റ് ഞങ്ങൾ കണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും ഞങ്ങൾ നോക്കുമ്പോൾ 2 ഫ്ലൈറ്റ് കൂടി ഇങ്ങനെ ടേക്ക് ഓഫിന് വേണ്ടി പോയിരുന്നു. നല്ല രസമായിരുന്നു അതിങ്ങനെ കാണാൻ വേണ്ടി. അവിടെ നിന്നിട്ട് ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ അതൊക്കെ ഒന്ന് നടന്നു. അതിൻ്റെ അവിടെ തന്നെ ആ മുകളിൽ തന്നെ ഒരു ചെറിയ ഗ്ലാസ് ബ്രിഡ്ജ് പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു, താഴേക്കായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ. പക്ഷെ അത് എത്രത്തോളം നിങ്ങൾക്ക് വ്യൂ ആവുന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അപ്പം ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഓവർ വ്യൂ ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്പേസ് കൂടി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ അതിൻ്റെ ആ സ്റ്റെപ്പ് കയറി നിന്നിട്ട് ചുമ്മാ ഒന്ന് താഴോട്ടേക്ക് അത് പിടിച്ചിട്ട് നല്ലോണം താഴോട്ടേക്ക് നോക്കുമ്പോൾ താഴെ മൊത്തത്തിൽ ആ ഒരു ഓവർ വ്യൂവിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പം അത് ഞാൻ ജസ്റ്റ് ഞങ്ങൾ രണ്ടാളും കയറി നിന്നിട്ടൊന്ന് കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മൊത്തത്തിലൊന്ന് അവിടെ നിന്ന് ഇങ്ങനെ വീണ്ടും ഒന്ന് ചുറ്റിക്കറങ്ങി ഞങ്ങൾ തിരിച്ച് ലിഫ്റ്റ് താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോയി. ഞങ്ങൾ നേരെ ലിഫ്റ്റ് അതേ സ്പീഡിൽ തന്നെ മുകളിലോട്ട് പോയ അതേ സ്പീഡിൽ തന്നെ താഴോട്ടേക്ക് നേരെ പോയി നിർത്തുന്നത് ഒരു ഷോപ്പിംഗ് സൈഡിലേക്കാണ്. അതൊരു ചെറിയ ഈ CN ടവറിൻ്റെ കുറേ സ്റ്റാച്യൂസും കപ്പും കീ ചെയിൻസും പിന്നെ കുറച്ച് ടീഷർട്ട്സ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയുള്ള ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ഏരിയ ഉണ്ട് അവിടെ CN ടവറിൻ്റെ താഴെ. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് നേരെ താഴേക്ക് എല്ലാവരും ലിഫ്റ്റ് ഇറങ്ങുന്നത് ഈ ഒരു പാട്ടിലേക്കാണ്. അപ്പം അവിടെ കാണുന്ന ഓരോരോ സാധനങ്ങളിങ്ങനെ ചുമ്മാ ഞാനിങ്ങനെ നോക്കി. അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ട്. ഒരു CN ടവറിൻ്റെ അതിനൊക്കെ $50 ഉണ്ട്. ഇത് പിന്നെ മേപ്പിൾ ലീഫിൻ്റെ അതിൽ മേപ്പിൾ സിറപ്പാണ് അതൊക്കെ. അപ്പോൾ ചുമ്മാ അതൊക്കെ ഒന്ന് കണ്ടു. ഞങ്ങൾ പിന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് വരാമെന്നുള്ള ഇതിൽ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ മ്യൂസിക്കൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ചുമ്മാ അവിടെയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് ചുമ്മാ അതിൽ സ്ട്രീറ്റിലൊക്കെ നടന്ന് ഞങ്ങൾ നേരെ വീട്ടിലെത്തിയപ്പോൾ പിന്നെ ഏതായാലും ഒരു കേക്ക് മുറിക്കാതെ ആഘോഷമില്ലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി ഒരു കുട്ടി കേക്കും അങ്ങ് മുറിച്ചു. അങ്ങനെ ഇപ്രാവശ്യത്തെ ആനിവേഴ്സറി ഇങ്ങനെ ഞങ്ങളങ്ങ് ആഘോഷിച്ചു. അപ്പോൾ CN ടവറിലായിരുന്നു, അതായിരുന്നു ഞങ്ങളുടെ ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് ഞങ്ങൾ പോയതും. പിന്നെ വീട്ടിലെത്തിയിട്ട് ഒരു കേക്കും മുറിച്ച് ഞങ്ങൾ സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷം ഇതോടുകൂടി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ഞാനൊരു ചെറിയ ഗിഫ്റ്റ് കൊടുത്തായിരുന്നു അർജുൻ. അത് നമ്മുടെ 2 പേരുടെയും ചെറുപ്പത്തിലെ ഫോട്ടോസ് വെച്ചിട്ട് ഒരു കളർ പെൻസിൽ ഡ്രോയിങ്, അത് ഇൻസ്റ്റയിൽ ഇന്ദ്രജിത്ത് ഡാവിഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എനിക്ക് വരച്ച് തന്നിട്ട് അയച്ചു തന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിമാണ് ഞാൻ കൊടുത്തത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. പിന്നെ നെക്സ്റ്റ് വ്ലോഗായിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.